ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കോട്ട് സെറ്റ് ആണ്. ഈ മെറ്റീരിയൽ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. 5 മീറ്റർ ഉണ്ടായിരുന്നു. നമുക്ക് കോട്ട് സെറ്റ് ചെയ്യാൻ 4 മീറ്റർ മതി. പാൻറ്റും ടോപ്പും ഈ ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പാൻറ്റിൽ പോക്കറ്റൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ടോപ്പിൽ ചൈനീസ് കോളറൊക്കെ കൊടുത്ത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം കട്ടിങ്ങിലേക്ക് പോവാം. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു മടക്കിൽ മാത്രമാണ് ഈ ഒരു മെറ്റീരിയൽ മടക്കി ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം മുകളിൽ നിന്ന് താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ കോളറൊക്കെ വെച്ച് ചെയ്യുമ്പം ഇതുപോലെ ബാക്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ മുകളിൽ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ലൈനിൽ വെച്ചിട്ടാണ് ഇനി നമ്മൾ മാർക്കിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ പോകുന്നത്. കോളർ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഷോൾഡർ എപ്പോൾ എടുക്കുന്നതിൽ നിന്ന് 1 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ 7.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. ഇനി ആ ഒരു ഇഞ്ചിന്റെ ലൈനിൽ വെച്ചിട്ടാണ് ആം ഹോള് മാർക്ക് ചെയ്യുന്നത്. ആം ഹോള് 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു ബോക്സ് പോലെ വരച്ചു കൊടുത്തതിന് ശേഷം ചെസ്റ്റ് റൗണ്ടിന്റെ 4 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്യാം. അതിനായിട്ട് കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ആം ഹോളിന്റെ ഇതില്ലേ അതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു 3 ലൈനും കൂട്ടിയിട്ടാണ് നമ്മൾ ആം ഹോൾ കർവ് ചെയ്ത് വരച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ആം ഹോളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ആം ഹോളൊക്കെ വരച്ചു. ഇനി നമുക്ക് ആവശ്യമുള്ള തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് 14 ഇഞ്ചിൽ ഷേപ്പ് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ സ്ലിറ്റ് വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് 18.5 ഇഞ്ചിലാണ് ഞാൻ സ്ലിറ്റ് കൊടുക്കുന്നത്. ഇനി നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത ഷേപ്പ് ഒരു 8.5 ഇഞ്ചും സ്ലിറ്റ് വേണ്ടുന്നെടുത്ത നമുക്ക് അവിടെ 9.5 ഇഞ്ച് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം അതും അതിൻ്റെ തയ്യൽ തുമ്പ് 2 ഇഞ്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മുകളിൽ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടടുത്തേക്ക് നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അവിടുന്നോട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഫുൾ ലെങ്ത് എടുത്തു കൊടുക്കാം. ഫുൾ ലെങ്ത് ഞാനിപ്പം 46 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. താഴത്തെ വീതി കൊടുക്കുന്നത് 12 ഇഞ്ചാണ് തയ്യൽ തുമ്പ് അടക്കം. നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത് 1/2 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമുക്കൊരു കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/4 ഇഞ്ച് ഷോൾഡർ ഡ്രോപ്പും കൂടി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് തുണി ഇതുപോലെ നേരത്തെ പോലെ തന്നെ ഒരു മടക്ക് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്ക് കട്ട് ചെയ്ത് വെച്ച ആ പാർട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു എക്സ്ട്രാ ഇട്ട് കൊടുത്ത 1 ഇഞ്ചിൻ്റെ ഭാഗം ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ തുണിയുടെ മുകൾ ഭാഗത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ അവിടെ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കുന്നുണ്ട്. ആ ഓപ്പൺ കൊടുക്കാൻ ഫോൾഡ് വരുന്ന ഭാഗമില്ലേ അവിടെ ഒരു 1/2 ഇഞ്ച് വിട്ട് കൊടുക്കണമായിരുന്നു. ഞാനത് മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ആ ഒരു ഓപ്പൺ ചെയ്യേണ്ട ഭാഗത്തെ തയ്യൽ തുമ്പായിട്ടുള്ള 1/2 ഇഞ്ച് അവിടെ വിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ബാക്ക് പാർട്ട് അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുക വേണ്ടുന്നത്. എന്നിട്ട് ബാക്കി നമ്മുടെ ആ ഒരു മാർക്കിംഗ് ഒക്കെ അതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹിപ്പിൻ്റെയും വേസ്റ്റിൻ്റെയും ഒക്കെ മാർക്കിംഗ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈക്കുഴി ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കാം. ഈ കുഴിച്ച് വെട്ടുന്നതും നമ്മുടെ ആ ചെസ്റ്റ് റൗണ്ടിൻ്റെ ആ ഒരു മാർക്കിംഗ് വരുന്നത്ര വരെ മാത്രമേ കുഴിച്ച് വെട്ടാൻ പാടുള്ളൂ. അതിനപ്പുറം കുഴിച്ച് വെട്ടാൻ പാടില്ലേ. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു ബോക്സ് ആക്കി വരച്ചു കൊടുത്തതിന് ശേഷം നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് അങ്ങ് റൗണ്ട് ആക്കണ്ട, ഒരു വി ഷേപ്പ് ആക്കണ്ട, അങ്ങനെ ഒരു രീതിക്ക്. പിന്നെ ഷോൾഡർ ഒരു 1/4 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ കോളർ കുത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഷോൾഡർ ഡ്രോപ്പ് എന്തായാലും കൊടുക്കണം, എന്നെങ്കിൽ ആ ഒരു ഫിറ്റ്നസ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് സ്ലീവിൻ്റെയും കൂടി കട്ടിങ് ചെയ്ത് വെക്കാട്ടോ. ഈ ഒരു മെറ്റീരിയലിന് അത്യാവശ്യം നല്ല വിഡ്ത്തും പിന്നെ 5 മീറ്റർ ഉള്ളത് കൊണ്ടും കുറേ തുണിയുണ്ട്. അതുകൊണ്ട് ലാവിഷ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വെട്ടിയെടുക്കുന്നത്.
അപ്പോൾ തുണി ഇതാ ഇതുപോലെ എടുത്തതിന് ശേഷം 4 ആയിട്ട് മടക്കി കൊടുത്തു. എന്നിട്ട് നമുക്ക് ആ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് മുകളിലെ ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു 3.5 ഇഞ്ച് പോയിന്റിലേക്ക് ഒരു 8.5 ഇഞ്ച് കോർണറിന്ന് അളന്നിട്ട് അതും ഒരു പോയിന്റാക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്കൊരു സ്ലീവിൻ്റെ ഷേപ്പിൽ അങ്ങ് വരച്ചു കൊടുക്കാന്ന് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് സ്ലീവ് കിട്ടാറുള്ളത്. ഇനി സ്ലീവിന് എത്ര ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ കൈവണ്ണവും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. കൈവണ്ണവും അതിൻ്റെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ട് അതും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വെട്ടണ്ട. ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിങ്ങിലൂടെ ആദ്യം കട്ട് ചെയ്തെടുക്കുക. ഞാൻ ആദ്യം സെൻറ്റർ നോട്ട്സ് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്ലീവ് നിവർത്തി വെച്ചതിന് ശേഷം ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ കുഴിച്ച് വെട്ടി കൊടുക്കുന്നത്. ഈ ഒരു ഭാഗം മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിൻ്റെ എഫ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പാൻറ്റിൻ്റെ കട്ടിങ്ങും കൂടി നോക്കാം. കട്ടിങ്ങെല്ലാം തീർത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഈ മെറ്റീരിയൽ 5 മീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം വീതിക്ക് തന്നെ ഇപ്പം പാൻറ്റിന് മടക്കി ഇട്ടിട്ടുണ്ട്. പോക്കറ്റ് വേറെ തന്നെ കട്ട് ചെയ്യാണ്ട് ഇതിൽ നിന്ന് തന്നെ എടുക്കുന്ന രീതിക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 19 ഇഞ്ച് വീതിക്കാണ് ഞാനിപ്പോൾ തുണി ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളത്. ആദ്യം ഒരു ഭാഗത്ത് നിന്ന് 6 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതാണ് നമ്മുടെ പോക്കറ്റിൻ്റെ മാർക്കിങ് വരുന്നത് 6 ഇഞ്ച്. താഴത്തേക്ക് 10.5 ഇഞ്ചും കൂടി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ ഒരു സ്ക്വയറാക്കി വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്തേക്ക് ഉള്ളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊരു പോക്കറ്റിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ വേസ്റ്റിൻ്റെ 4 ഭാഗം പ്ലസ് ലൂസാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴത്തേക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ക്രോച്ച് ലെങ്ത്ത് 13 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് 2 ഇഞ്ച് ക്രോച്ചിൻ്റെ ആ ഒരു വിഡ്ത്ത്. എന്നിട്ട് നമ്മളതൊരു കർവ് ഷേപ്പായിട്ട് വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് നമ്മുടെ കാലിൻ്റെ എടുത്ത് കൊടുക്കുക. നമ്മൾ എത്ര ലെങ്ത്താണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്ത് നമ്മൾ ആദ്യം അളന്നെടുക്കുക. എന്നിട്ട് വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ പോക്കറ്റ് മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ താഴത്തേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഒരു 3/4 ഇഞ്ച് മാത്രമേ ഞാൻ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് ഓവർലോക്കും കൂടി ചെയ്യേണ്ടതുകൊണ്ടാണ് 3/4 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലൈനിൽ വെച്ചിട്ട് നമുക്ക് താഴേക്കുള്ള ലൂസ് അളന്നെടുക്കാം. നമുക്ക് എത്ര ലൂസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1 ഇഞ്ചും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു 2 ലൈൻ കൂടി ആ ക്രോച്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈനിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ പാൻറ്റിൻ്റെ മാർക്കിങ് ഇത്രയേ ഉള്ളൂ. പാൻറ്റിനൊക്കെ കുറച്ച് മാർക്കിങ്ങും കുറച്ച് സ്റ്റിച്ചിങ്ങും മാത്രമേ ഉള്ളൂ. വളരെ ഈസിയാണ്. അങ്ങനെ നമ്മളിത് ആ പോക്കറ്റിന് തയ്യൽ തുമ്പ് ഇട്ടതിലൂടെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ആദ്യം ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ടോപ്പിൽ ഫ്രണ്ട് ഓപ്പൺ കൊടുക്കുന്നുണ്ട് പറഞ്ഞിരുന്നല്ലേ, അതിൻ്റെ പടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ വീതി വന്നിരിക്കുന്നത് 3 ഇഞ്ചും ഒന്ന് 1.5 ഇഞ്ചുമാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പീസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ 2 പീസ് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന് സെൻറ്റർ ആ ഫോൾഡ് വരുന്ന ഭാഗം ഞാൻ ഇതുപോലെ കട്ടിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെയാണ് ഈ ഒരു പടി വെച്ച് കൊടുക്കേണ്ടത്. റൈറ്റ് സൈഡിൽ 1.5 ഇഞ്ച് വരുന്ന ആ ഒരു പീസും ലെഫ്റ്റ് സൈഡിലേക്ക് 3 ഇഞ്ച് വരുന്ന പീസുമാണ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം 1.5 ഇഞ്ച് വരുന്ന പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശത്തോട് ചേർന്ന് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു റോങ് സൈഡിലേക്ക് നേരെ മറിച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് പോകുന്ന രീതിക്കാണ് ഈ ഒരു ഭാഗത്തെ പടി അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗം എടുക്കാം. അതിൽ 3 ഇഞ്ച് വരുന്ന പീസാണ് വെച്ച് കൊടുക്കേണ്ടത്. പക്ഷെ അത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ടോപ്പിൻ്റെ റോങ് സൈഡിലാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വെച്ചപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ആ പീസ് വെച്ചപ്പോൾ
ടോപ്പിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടായിരുന്നു ആദ്യം സ്റ്റിച്ച് ചെയ്തത്. ഇത് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ടോപ്പിൻ്റെ മോശം വശത്ത് നമ്മുടെ ആ ഒരു പീസിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് വെച്ചിട്ടാണ് ആദ്യത്തെ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിൻ്റെ അരികു വശത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് ആദ്യം മടക്കുക. എന്നിട്ട് അത് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് കൊടുത്തതിലേക്ക് നേരെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പടി പോലെ കിട്ടുന്നതായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നേ. ഇത്ര സ്ലോ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കര ഫാസ്റ്റായി പോയി എന്ന് കുറേ കമൻറ്റ്സ് വന്നിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ സ്ലോ ആക്കിയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആ ഒരു 3 ഇഞ്ച് വരുന്ന പീസ് വെച്ച ആ ഒരു ഭാഗത്തിന് മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു 1.5 ഇഞ്ച് വരുന്ന ആ ഒരു പീസ് കയറ്റി വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൽ ബട്ടൺസ് ഒക്കെ വെച്ച് കൊടുക്കാനുണ്ട്. അത് ഞാൻ ലാസ്റ്റ് വെച്ച് കൊടുക്കുന്നുള്ളൂ. ഞാൻ ഇപ്പം താഴ്ഭാഗം വരെ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയൊന്നും കൊടുക്കുന്നില്ല. യോക്ക് പോർഷൻ വരെ മാത്രമേ ഓപ്പൺ ആക്കി കൊടുക്കുന്നുള്ളൂ. ബാക്കി ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് മാത്രമേ ബട്ടണും അതിൻ്റെ അയ്യൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ആ ഒരു ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. കോളർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ടോപ്പുകളൊക്കെ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആം ഹോൾ ലെവലാക്കി പിടിച്ചതിന് ശേഷം വേണം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ. അപ്പം നമ്മളിതാ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമ്മളുടെ ആ നെക്ക് റൗണ്ട് ഒന്ന് ഫുള്ളായിട്ട് അളന്നെടുക്കണം. അപ്പം നമ്മൾ ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം തുണി വലിച്ചു പിടിക്കാണ്ട് ടേപ്പ് അതിന് കണക്കായിട്ട് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് അളന്നെടുക്കുക. ഒന്ന് രണ്ടോട്ടം വേണമെങ്കിൽ അളന്നെടുത്താൽ കറക്റ്റ് അളവ് കിട്ടും. ആ എക്സ്ട്രാ 3 ഇഞ്ച് കൊടുത്ത ആ ഒരു ഭാഗം ഞാൻ അളക്കുമ്പം കൂട്ടിയിട്ടില്ല. അത് ഒഴിവാക്കിയിട്ടുള്ള ഭാഗമാണ് ഇപ്പം അളന്നെടുത്തിട്ടുള്ളത്. എനിക്കിപ്പം 18.5 കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അളവിൻ്റെ ഒരു പകുതി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മുകളിലേക്ക് 1.5 ഇഞ്ച് അളന്ന് കൊടുക്കുന്നുണ്ട്. ഇതാണ് കോളറിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു തയ്യൽ തുമ്പും കൂടി മുകളിലേക്ക് നമുക്ക് വിട്ടു കൊടുക്കാം. എന്നിട്ട് ഇത് ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ പറയാൻ മറന്നു പോയതാണ്. 4 ഫോൾഡിലാണ് നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നിവർത്തി വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 2 പീസ് ഇതുപോലെ നല്ല വശം ചേർന്ന് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ആ വിട്ട തയ്യൽ തുമ്പിനനുസരിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു കർവ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ടോപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ ഉൾവശത്ത് നിന്നാണ് നമ്മൾ കോളർ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കോളറിൻ്റെ ഈ ഒരു ഭാഗം ഒറ്റൊരു ഭാഗം മാത്രം എടുത്തിട്ട് നമ്മുടെ എവിടെ നിന്നാണോ കോളർ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ അവിടെ നിന്ന് തൊട്ടിട്ട് ഇതുപോലെ വലിച്ചൊന്നും പിടിക്കാണ്ട് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് വെച്ച് കൊടുക്കുമ്പം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടും. ആ ഒരു 1/4 ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് ആ ഒരു നമ്മളിപ്പോൾ അടിച്ച ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു മുകളിലേക്കായിട്ട് തന്നെ വരുന്ന രീതിക്ക് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കോളർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൽ നമ്മൾ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടിയിരുന്നില്ലേ, ആ ഒരു ഭാഗം നമ്മൾ ജോയിൻ ചെയ്ത് വരുമ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ താഴെ ഭാഗവും ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അളവിനനുസരിച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സ്ലിറ്റ് കൊടുക്കേണ്ട ആ ഒരു ഏരിയയിലേക്ക് വെച്ചിട്ട് അവിടെ കെട്ടിട്ടിട്ട് അടിച്ച് നിർത്തുക. 2 ഭാഗവും ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു നിർത്തിയ ഒരു ഭാഗത്ത് നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പ് 1 ഇഞ്ചാണ് കൊടുക്കാറുള്ളത്. ആ 1 ഇഞ്ച് അവിടെ ഇട്ട് കൊടുക്കുക.
തയ്യൽ തുമ്പും കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഏതൊരു ടോപ്പിൻ്റെയും ഭംഗി അതിൻ്റെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നിടത്തെയാണ്. അപ്പോൾ സ്ലിറ്റൊക്കെ എങ്ങനെയാണ് നീറ്റായിട്ട് ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പാൻറ് സ്റ്റിച്ച് ചെയ്യാം. ഇതിൽ ഈ ഒരു പോക്കറ്റിൻ്റെ ഭാഗത്തായിട്ട് ആ ഒരു ലൈൻ കൊടുത്തിട്ടില്ലേ, അവിടുന്ന് 1 ഇഞ്ച് താഴത്തേക്ക് ആദ്യം ഒരു മാർക്ക് കൊടുക്കാം. എന്നിട്ട് ആ 1 ഇഞ്ചിൽ നിന്ന് താഴേക്ക് 6 ഇഞ്ചിൽ ഒരു മാർക്കിങ് കൂടി കൊടുക്കാം. ഈ മാർക്കിങ്ങിലാണ് നമ്മുടെ ഒരു ഓപ്പൺ വരുന്നത്. ഇതേ സെയിം മാർക്കിങ് നമ്മുടെ ആ ഒരു മറ്റേ താഴത്തെ പീസിലും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം എന്താ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു മാർക്കിങ്ങിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് വിട്ട് കൊടുത്തിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. 6 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ നേരെ താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അവിടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ആദ്യം ആ 1 ഇഞ്ച് ലൈൻ കാണുന്നില്ലേ, ആ ലൈൻ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. പിന്നീട് ആ ഒരു ഗ്യാപ്പ് അവിടെ വിട്ട് കൊടുത്തിട്ട് നേരെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഈ ഒരു പോക്കറ്റിൻ്റെ ഇവിടെയും നമ്മൾ ആവശ്യമുള്ള തയ്യൽ തുമ്പും വിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടുന്നത്. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതൊന്ന് നിവർത്തി കൊടുത്ത് നോക്കുമ്പോൾ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവുമേ. അപ്പോൾ നമ്മൾ പാൻറ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു 6 ഇഞ്ച് തുണി എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇതുപോലെ പോക്കറ്റ് ചെയ്തെടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിത് നല്ല വശം ചേർന്ന് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ക്രോച്ച് ഭാഗം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പാൻറ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോ സ്റ്റിച്ചും ഞാൻ ഓവർലോക്ക് ഇട്ടിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് ഈ ഉഷാജനോ മല്ലൂർ ഡീലക്സ് പറഞ്ഞിട്ടുള്ള ആ ഒരു മെഷീൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഓവർലോക്ക് ചെയ്യുന്നത്. അതെങ്ങനെ വേണം എന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമേ. അപ്പോൾ നമ്മളിത് അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഞാൻ ബാൻഡിന് വേണ്ടിയിട്ട് ഇവിടെ 5 ഇഞ്ച് വിട്ടുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഹിപ്പ് റൗണ്ടിന് കണക്കായിട്ടുള്ളതാണ് അത്. ഇനി നമുക്ക് ഈ ഒരു ബാൻഡ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു പാൻറ്റിൻ്റെ നല്ല വശത്തേക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ നമ്മളിങ്ങനെയല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ടോപ്പിന് പടി വെച്ചപ്പോൾ ചെയ്തിരുന്നില്ല, 3 ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗം വെച്ചത് പാൻറ്റിൻ്റെ ഉള്ളിൽ ടോപ്പിൻ്റെ ഉൾവശത്ത് വെച്ച് കൊടുത്തിട്ട് പിന്നീട് പുറത്തേക്ക് അടിക്കുന്ന രീതി, അങ്ങനെയാണ് ഇതും ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ചെയ്തപ്പോൾ തിരിഞ്ഞു പോയതാണ്. പിന്നീട് അടിക്കാനൊന്നും കഴിയില്ല. ഞാൻ എന്തൊക്കെയാ പറയുന്നത്, പിന്നീട് അഴിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ മടിയായതുകൊണ്ട് ഞാൻ അതങ്ങനെ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ എലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്യാപ്പും കൂടി കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എലാസ്റ്റിക് എടുക്കാം. എലാസ്റ്റിക് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിനേക്കാളും ഒരു 4 5 ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ഈ എലാസ്റ്റിക് ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഇതിനുള്ളിലേക്ക് കയറ്റി കൊടുക്കാം. എലാസ്റ്റിക് കയറ്റി കൊടുക്കുമ്പോൾ തിരിഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കയറ്റുന്ന രീതിക്ക് തന്നെ പുറത്തേക്ക് എടുക്കണേ. ഇനി നമുക്കിതാ ഈ 2 അറ്റവും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ, ആ ഒരു ഗ്യാപ്പും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ വലിച്ച് നന്നായിട്ട് എല്ലായിടത്തേക്കും ഈക്വലായിട്ട് ക്ലോത്ത് എത്തുന്ന രീതിക്ക് വലിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്കിലൂടെ ഒരടിവും കൂടി കൊടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് ഭാഗം ജോയിൻ ചെയ്ത് കൊടുത്തില്ലല്ലോ, അപ്പോൾ നമുക്ക് സൈഡ് ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ ശേഷമാണ് പൊതുവേ എലാസ്റ്റിക് വെച്ച് കൊടുക്കാറുള്ളത്. ഞാൻ പിന്നെ എല്ലാം നേരെ തലയിരിച്ച് ചെയ്യുന്നതുകൊണ്ട് ആദ്യം എലാസ്റ്റിക് വെച്ച് കൊടുത്തേ ഉള്ളൂ. സൈഡ് ഭാഗം ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ക്രോച്ച് ഏരിയ സെയിം ആക്കിയിട്ട് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, ലെവലാക്കി പിടിച്ചിട്ട് വേണം സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അത് നമ്മുടെ കാലിൻ്റെ അവിടെ വീതി എത്ര വേണമെന്നുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ഇഷ്ടത്തിന് കൊടുക്കാമേ. ഞാനിതിപ്പോൾ സ്ട്രെയിറ്റ് പാൻറ്റായിട്ട് ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടി ഒരു ലൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. ഞാൻ ബാക്കി വീഡിയോ എടുത്തത് ഡിലീറ്റ് ആയിപ്പോയേ, അതുകൊണ്ടാണ് വേഗം ഫൈനൽ ലുക്ക് കണ്ടത്. ഇതുപോലെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്ന്, ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.